ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഡിസ്റ്റർബൻസസ് ഒന്നും തന്നെ ഉണ്ടായില്ല. നൈറ്റ് പീസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇന്നും നമ്മൾ എണീറ്റത് മിസൈൽ ഇന്റർസെപ്ഷന്റെ പ്രകമ്പനം കേട്ടിട്ടാണ്. ലൈക്ക് യെസ്റ്റർഡേ ബിൽഡിംഗ് ഒന്ന് കിടുങ്ങി. പക്ഷേ ബാങ്കിങ് സൗണ്ട് ഇന്നലത്തെ അത്ര ലൗഡ് അല്ലായിരുന്നു. പുറകെ തന്നെ ഇൻഡോസ് ഇരിക്കാനുള്ള അലേർട്ട് മെസ്സേജും വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ട് വീട്ടിൽ നിന്നും എന്റെയും ഹബീബിയുടെയും വീട്ടിൽ നിന്ന് മാറി മാറി കോൾസ് വരാൻ തുടങ്ങി. നമ്മുടെ മലയാളം ചാനൽസിലെ ന്യൂസ് കണ്ട് പേടിച്ച് വിളിക്കുന്നതാണ്. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. സോ ഫാർ സേഫ് ആയിട്ടിരിക്കുന്നു. മിസൈൽസും ഡ്രോൺസും ഒക്കെ വരുന്നില്ലെന്നല്ല, എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ പാർട്സ് വീണ് കുറച്ച് ആൾക്കാർ ഇൻജേർഡ് ആയിട്ടുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇൻഡോസ് ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഖത്തർ എനർജി ടാർഗറ്റഡ് ആയതുകൊണ്ട് അവര് LNG പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അടുത്ത അപ്ഡേറ്റ് വരുന്നതുവരെ എയർ സ്പേസ് ക്ലോസ്ഡ് ആയിരിക്കുമെന്നും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് ഡിഫൻസ് മിനിസ്ട്രി അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് ഇന്ന് 2 ഫൈറ്റർ എയർക്രാഫ്റ്റ്സും 7 മിസൈൽസും 5 ഡ്രോൺസും പിടിച്ചിട്ടുണ്ട്. രാവിലത്തെ കൺഫ്യൂഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തു. അപ്പോഴേക്ക് ഹബീബിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. റോഡൊക്കെ ഇന്നലത്തേതുപോലെ തന്നെ, ആളും ബഹളവും ഇല്ല. പാർക്കിംഗ് എല്ലാം ഫുള്ള്. ഈ ഒരു ഏരിയ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്നും മോസ്റ്റ്ലി എല്ലാവർക്കും വർക്ക് ഫ്രം ഹോമും ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ തന്നെയാണ്. ഞാൻ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് തിരിച്ചെത്തി. അവർക്കിന്ന് ഓഫ് കൊടുത്തു. അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇന്ന് മുഴുവൻ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകുമല്ലോ. പിന്നെ ഞങ്ങൾ ലഞ്ച് ഓർഡർ ചെയ്തു. കല്യാണ ബിരിയാണിയാണ് കഴിച്ചത്. കൊള്ളായിരുന്നു. നിറയെ സൈറ്റ്സ് ഒക്കെ ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സിനിമയൊക്കെ കണ്ട് ഫോണൊക്കെ തോണ്ടി സമയാസമയം ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി. ഇന്ന് രാവിലത്തെ ആ പ്രകമ്പനം മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നവരെ വേറൊന്നും ഈ ഭാഗത്തേക്ക് അടിച്ചിട്ടില്ല. അൺസർട്ടനിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നു.